നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3-4 പാദം, തിരുവാതിര, പുണർദം 1-2-3 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും ജ്യോതിഷ ബല സാധ്യതകളാണ് നമ്മൾ ഇന്നിവിടെ വിവരിക്കുന്നത്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ബല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് ഒരു മിഥുനക്കൂറുകാരൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു മിഥുനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. നമ്മൾ ചാരവശാലുള്ള ഗ്രഹസ്ഥിതി കൊണ്ടാണ് ഫലം പറയുന്നത്. അപ്പോൾ ചാരവശാലുള്ള ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ കേതുവർ 3-ാം ഭാവത്തിലും രാഹു 9-ാം ഭാവത്തിലും വ്യാഴം ജന്മത്തിലും ശനി 10-ാം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് നിർത്തുന്നു. അപ്പോൾ കണ്ടകശനി കാലത്ത് പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എന്നത് നമ്മൾ ഓർമ്മിച്ച് വെച്ചോണം. പ്രത്യേകിച്ച് അപകടങ്ങളിൽ നിന്നും പോയി ചാടാതിരിക്കുക. കണ്ടകശനി കാലത്ത് അപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പോകാതിരിക്കുക. യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ പ്രവർത്തിക്കുക. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണ്ടതാണ്. നമ്മൾ ആദ്യം പറയുന്നത് മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 3-4 പദം, തിരുവാതിര, പുണർദം 1-2-3 പാദ നക്ഷത്ര ജാതരുടെ 2026 മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ്. മാർച്ച് മാസത്തിൽ ഇവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളെന്ന് പറയുന്നത്, തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളിൽ എടുത്തിയാട്ടവും മുൻകോപവും അലസതയും നിയന്ത്രിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമോ സേവനമോ കണ്ട് നിങ്ങളോടൊപ്പം തന്നെ സുഹൃത്തുക്കളായിട്ട് ഭാവിച്ചു നിൽക്കുന്നവർ വയ്ക്കുന്ന ഏതെങ്കിലും കെണിയായിരിക്കാം. അതല്ലെങ്കിൽ അസൂയാലുക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായിരിക്കാം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സുകളോ പങ്കാളിത്തമായിട്ട് ഇങ്ങനെ കൂട്ടവും ചേർന്ന് ജോലികളൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അവരുടെ കൂടെ ഉള്ളവർ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരിൽ ആരെങ്കിലും വിരോധികളായിട്ട് മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധികാരത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ പുറത്ത് സ്ഥാനമാനങ്ങളിൽ നിന്നോ അധികാരത്തിൽ നിന്നോ മറ്റോ ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് തൽക്കാലം മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകും. ശത്രുക്കളെ വർദ്ധിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങളും വിജയിക്കുവാനിടയുണ്ട്. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കടബാധ്യതയൊക്കെ തീർക്കുന്ന കാര്യത്തിൽ ഏകദേശം ഒരു അനുകൂല തീരുമാനത്തിൽ എത്തും കാര്യങ്ങൾ. സഹോദരന്മാരെ കൊണ്ട് ഗുണമുണ്ടാകേണ്ട കാലഘട്ടമാണ്. ആത്മധൈര്യ വർധനവ് കൊണ്ട് തന്നെ കാര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സാഹസികത പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിസാഹസികതയോ എടുത്തിയാട്ടമോ ആയി പരിണമിക്കാതെ സാഹസികതയുടെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ടെങ്കിലും അത് പരിഹരിച്ചെടുക്കാൻ പറ്റും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ഗുരുജനങ്ങൾക്ക് പ്രിയകരമാകുന്ന രീതിയിലുള്ള പഠന രീതി അവലംബിച്ച് വിജയം നേടിയെടുക്കുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ദമ്പതികളെ സംബന്ധിച്ചും സാമ്പത്തിക വിഷയത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ വരാനിടയുണ്ട്. ചില വിശേഷപ്പെട്ട യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യതയുണ്ട്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട ചില അവരുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന ചില രോഗദുരിതങ്ങളോ ഒക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. കടബാധ്യതയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വലിയ രീതിയിൽ കഷ്ടപ്പെടുത്താനിടയില്ല. എങ്കിലും മനോദുഃഖം എന്ന് പറയുന്ന തലത്തിൽ അവ പരിണമിക്കുവാനാണ് സാധ്യത. തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് തൊഴിൽ മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഠിന പരിശ്രമം വേണ്ടി വരും. തൊഴിൽ സംബന്ധമായിട്ട് തന്നെ ഒരു അരക്ഷിതാവസ്ഥയോ ഒരു ആശങ്കയോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അത്തരം സന്ദർഭങ്ങളെ മനസ്സിൽ ഏകാഗ്രതമാക്കിക്കൊണ്ട് മറ്റൊരു തൊഴിൽ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി തൽക്കാലം നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടുന്ന ഒരു വിവേക ബുദ്ധി പ്രദർശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യ സംബന്ധമായിട്ടും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ്
2026 മാർച്ച് മാസം. ഇനി നമുക്ക് ഈ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങളെ കുറിച്ച് നോക്കാം. ഏപ്രിൽ മാസത്തിൽ ധനപരമായിട്ടുള്ള ചില അധിക ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ടുള്ള ഉല്ലാസയാത്രകളോ അതല്ലെങ്കിൽ കുടുംബപരമായിട്ട് കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒത്തുചേരുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു വിശേഷ അവസരങ്ങളിലൂടെയോ കടന്നു പോകാം. എന്നാൽ പോലും പണ്ട് ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് പറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിക്കുന്ന വിമർശനങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ ഇടയാകുന്നതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതയിൽ ഒരു തീരുമാനമുണ്ടായി, അത് ഏകദേശം പരിഹരിക്കപ്പെടുന്നതാണ്. സ്വത്ത് സംബന്ധമുള്ള തർക്കങ്ങളെ സംബന്ധിച്ച് ആശങ്കപ്പെട്ടിരുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടമല്ല. അതുപോലെ തന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് സേവന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാനിടയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിന് പരിഹാരമായിട്ട് അനാവശ്യ കൂട്ടുകെട്ടുകളോ ആവശ്യമില്ലാത്ത ശീലങ്ങളോ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടകശനി കാലം എന്നൊക്കെ പറയുമ്പോൾ മദ്യലഹരി വിഷയങ്ങളിൽ നിന്നൊക്കെ വളരെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അത്തരത്തിലുള്ള മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാനും രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നതൊക്കെ അത്ര ശുഭകരമായിരിക്കില്ല എന്നുകൂടെ മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കഠിന പരിശ്രമം വേണം. പ്രവാസ ജീവിതത്തിനുമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ടെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസ്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പുതിയ ചില പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ അകപ്പെടുന്നവർ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ആരെങ്കിലും ഇണക്കിയ കെണിയാണോ അതൊന്ന് പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ദൂരദേശത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചില നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ട ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വഴിമാറിക്കൊടുത്ത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകൾ അത്ര ഗുണകരമായിരിക്കില്ല. അവനവന് കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ അവനവൻ അർഹതപ്പെട്ട സ്ഥാനമാനങ്ങളോ ധനപരമായ വിഷയങ്ങളോ ഒക്കെ വരുമ്പോൾ അവയൊക്കെ നമുക്ക് അർഹതപ്പെട്ട രീതിയിൽ തന്നെ നേടിയെടുക്കുവാനൊരു പരിശ്രമം നടത്തുന്നതാണ് നല്ലത്. കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതൽ തീർച്ചയായിട്ടും എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് കണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാമെന്നതുപോലെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താൽ അതൊക്കെ അപമാനത്തിനിടയാകുമെന്നും മനസ്സിലാക്കിക്കണം. അവനവൻ്റെ കേശിയുടെ വലിപ്പം അറിഞ്ഞ് മാത്രം സഹായ വാഗ്ദാനം നൽകുക. അല്ലെങ്കിൽ സമയത്ത് അത് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കത് വിനിയോഗിക്കാൻ പറ്റാതെ വന്നേക്കാം. നീർവീഴ്ച രോഗങ്ങളോ തലവേദന പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കഴിക്കുന്നവരൊന്നും മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് കറിക്കരിയുമ്പോൾ കറിക്കെത്തി കൊണ്ട് കൈ മുറിയാതിരിക്കാനും അതുപോലെ തന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുന്നത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. വഴുതി വീഴാതിരിക്കാനും ഒക്കെ ഉള്ളൊരു ശ്രദ്ധയും ജാഗ്രതയൊക്കെ കൊടുക്കുക. സാമ്പത്തിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അബദ്ധത്തിൽ ധനം നഷ്ടപ്പെടാതിരിക്കുവാനും അല്ലെങ്കിൽ അഴിമതി ആരോപണം കേൾക്കാതിരിക്കുവാനും ഒക്കെ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ചുരുക്കത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലുതാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പ്രശ്നങ്ങളായിരിക്കും, അത് നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന മുൻകരുതലെടുത്ത് അതിന് വേണ്ടുന്ന പരിഗണന കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ ചെറിയ പ്രശ്നങ്ങൾ കയറി വലുതായി വലിയ ആകാശത്തോളം എത്തുന്ന രീതിയിലേക്ക് വളരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഓരോ കാര്യം പറയുമ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗ്രഹസ്ഥിതി നിൽക്കുന്നത്. ചുരുക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ ഉള്ള പ്രശ്നങ്ങളുടെ നിസ്സാരവുമില്ല. ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മളെക്കാളും താഴ്ന്ന ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് വരെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാം, അവരിൽ നിന്ന് വരെ നമുക്ക് വിരോധം ഉണ്ടാവാം. അതുപോലെ തന്നെ അധികാരത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും തൽക്കാലം നമ്മളുടെ ചുമതലയിൽ നിന്ന് അങ്ങോട്ടോ മാറ്റി നിർത്തപ്പെട്ടേക്കാം. ഏത് കാര്യം ചെയ്താലും അതിനൊക്കെ ഒരു തടസ്സം തുടക്കത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ അതിജീവിച്ച് പോയാൽ മാത്രമേ കാര്യവിജയം ഉണ്ടാകൂ എന്ന് പറയുന്ന പോലെ ലക്ഷ്യബോധമില്ലാത്ത പോലൊക്കെ നിങ്ങളാക്കി തീർക്കുവാൻ തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ചില തിരുത്തൽവാദികളൊക്കെ ശ്രമിച്ചേക്കാം. അത്തരത്തിലുള്ള കണികളിൽ വീഴാതെ നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്
നമുക്ക് ഈ ജ്യോതിഷ ഗ്രഹസ്ഥിതിയിലൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, കാക്കയ്ക്ക് എല്ലാം ധൈര്യം കലർത്തി ചോറ് കൊടുക്കുക, അസ്തമയ ശേഷം ശാസ്താക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ നീരാജനം സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ദിവസം രാഹുൽകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക, സർപ്പക്ഷേത്രത്തിലോ രാഹുക്ഷേത്രത്തിലോ ദർശനം നടത്തുക, നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക. ഇതര മതസ്ഥരെ സംബന്ധിച്ച് അവരവരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ, ദേവാലയ ദർശനം എല്ലാം നടത്താം. കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വസ്ത്രത്തിനുള്ള പ്രാധാന്യവും സമയത്തിനുള്ള പ്രാധാന്യവും താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കാം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.